മധുരപ്പെട്ടി, അറിവിന്റെയും കഥകളുടെയും തേൻകൂട്. കുട്ടിക്കഥകൾ. സാന്താക്ലോസും കരടിക്കുട്ടിയും. ഒരിക്കൽ വടക്കൻ ധ്രുവത്തിലെ മഞ്ഞുവീണ കാട്ടിൽ ഡിങ്കു എന്നു പേരുള്ള ഒരു കരടിക്കുട്ടി ഉണ്ടായിരുന്നു. ഡിങ്കുവിന് ഒരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു, ഒരിക്കലെങ്കിലും സാന്താക്ലോസിനെ നേരിട്ട് കാണണമെന്ന്. ക്രിസ്മസ് തലേന്ന് സാന്താക്ലോസ് തൻ്റെ റെയിൻഡിയറുകളെയും വണ്ടിയും തയ്യാറാക്കുകയായിരുന്നു. അന്ന് കനത്ത മഞ്ഞു വീഴ്ചയായിരുന്നു. മഞ്ഞിൽ വഴി കാണാതെ സാന്താക്ലോസ് അല്പം വിഷമിച്ചു. അപ്പോഴാണ് വഴിയരികിൽ തണുത്തു വിറച്ചു നിൽക്കുന്ന ഡിങ്കുവിനെ അദ്ദേഹം കണ്ടത്. സാന്ത വണ്ടി നിർത്തി ചോദിച്ചു, "എന്തു പറ്റി ഡിങ്കു? നീ എന്താണ് ഈ തണുപ്പത്തിവിടെ?" ഡിങ്കു വിറച്ചുകൊണ്ട് പറഞ്ഞു, "എനിക്ക് അങ്ങേ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മഞ്ഞിൽ എനിക്ക് വഴി തെറ്റി." സാന്താക്ലോസ് ചിരിച്ചുകൊണ്ട് ഡിങ്കുവിനെ തൻ്റെ വണ്ടിയിൽ കയറ്റി. എന്നിട്ട് പറഞ്ഞു, "നീ വിഷമിക്കേണ്ട, എൻ്റെ കൂടെ വരൂ. നീ ഇന്ന് എൻ്റെ സഹായിയാകണം." സാന്തയും ഡിങ്കുവും ചേർന്ന് ലോകം മുഴുവൻ പറന്നു നടന്നു. ഡിങ്കു ഓരോ വീട്ടിലും സമ്മാനങ്ങൾ എത്തിക്കാൻ സാന്തയെ സഹായിച്ചു. കറുത്ത കാട്ടിലെ തൻ്റെ ഗുഹയിൽ മാത്രം കഴിഞ്ഞിരുന്ന ഡിങ്കുവിന് അതൊരു അത്ഭുതകരമായ രാത്രിയായിരുന്നു. യാത്ര കഴിഞ്ഞു തിരിച്ചെത്തിയപ്പോൾ സാന്താക്ലോസ് ഡിങ്കുവിന് മനോഹരമായ ഒരു ചുവന്ന തൊപ്പിയും നിറയെ മിഠായികളും സമ്മാനമായി നൽകി. "നീയാണ് ഈ വർഷത്തെ ഏറ്റവും നല്ല സഹായി." സാന്ത അവനെ അഭിനന്ദിച്ചു. അന്നു മുതൽ ഡിങ്കു കരടിക്കുട്ടി സാന്താക്ലോസിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായി മാറി. കൂട്ടുകാരെ, എല്ലാവർക്കും ഈ കുട്ടിക്കഥ ഇഷ്ടമായോ? ഇതുപോലെയുള്ള കഥകൾ ഇനിയും കാണാനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ. എല്ലാ കൂട്ടുകാർക്കും മധുരപ്പെട്ടിയുടെ സ്നേഹവും സന്തോഷവും നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ.